ഈ കായംകുളത്തെ പരിഹാസപൂർവമോ ട്രോളായോ ചിലരൊക്കെ മായംകുളം എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ ചില താല്പര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ കൊല്ലക്കാരെ പലരെയും എന്താ പറയുന്നത് ചിപ്സിന് അടിയിട്ടവർ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടിച്ചവർ എന്നൊക്കെ പറഞ്ഞ് പല പ്രദേശത്തുള്ളവരും കളിയാക്കാറുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ പ്രദേശത്തും പലതരത്തിലുള്ള സംഗതികളുമൊക്കെ ഉണ്ടാവാറുണ്ട്. ട്രോളാൻ പറ്റിയ കല്യാണ വീട്ടിലിടി, കടത്തിന് വെടിവെപ്പ്, പിന്നെ എന്ന് വേണ്ട അതുപോലെയുള്ള നിരവധിയായ സംഗതികൾ, കള്ളക്കടത്തുകൾ, സ്വർണ്ണക്കടത്ത്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരും മുദ്ര ചാർത്താൻ പലപ്പോഴും ഉണ്ട്. പക്ഷേ പണ്ട് ഈ കായംകുളം രാജ്യത്തെ വളഞ്ഞ ഏതോ ഒരു മഹാരാജാവ് അത് കഴിഞ്ഞ് അഭിപ്രായം പറഞ്ഞത് ബാക്കി എല്ലാ രാജ്യങ്ങളും പിടിക്കാൻ എളുപ്പമാണ്, കായംകുളം രാജ്യം പിടിക്കുക അത്ര എളുപ്പമല്ല. കാരണം അതിലുള്ള ആളുകൾ തിരിഞ്ഞും മറിഞ്ഞും വെട്ടുന്നവരാണ്. എന്ന് വെച്ചാൽ അവർ സ്വന്തം രാജ്യത്തോടൊപ്പം നിൽക്കും, എതിരാളികളെയും വെട്ടും. രണ്ടു പക്ഷത്തും വെട്ടാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളാണെന്ന് പണ്ട് കായംകുളം രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് എവിടെയോ ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാവരെ സംബന്ധിച്ചുമല്ല, പക്ഷേ കായംകുളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ മനസ്സിലാക്കുമ്പോൾ ഇന്നും ഇത് പ്രസക്തമാണ് എന്ന് തോന്നിപ്പോവും. സംഗതി വേറൊന്നും കൊണ്ടല്ല, കായംകുളം ഇപ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. അവർ അടിത്തട്ടിൽ നന്നായി പണിയെടുക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ നേടിയ ഭൂരിപക്ഷം എല്ലാം അവിടെ ഉണ്ട് താനും. എന്നാൽ ഇതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യതയുള്ള രണ്ട് പ്രമുഖ പാർട്ടികൾ രണ്ട് തരത്തിലുള്ള ചുഴികളിൽപ്പെട്ട് കറങ്ങുകയാണ്. ഇപ്പം എന്നോട് കായംകുളം നഗരസഭ UDF പിടിക്കണമായിരുന്നോ എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ ദീർഘകാല ഗുണത്തിന് ഇത് നശിക്കാതിരിക്കുന്നതിന് കായംകുളം നഗരസഭ കിട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറയേണ്ടി വരും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഓരോരുത്തരും മണ്ഡലം പ്രസിഡന്റ് മുതൽ രാഷ്ട്രപതി സ്ഥാനം വരെ ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹിക്കാനുള്ള യോഗ്യത അവരവർക്കുണ്ടോ എന്ന ആലോചന അവരവരുടെ വീട്ടിലും കണ്ണാടിക്ക് മുമ്പിലും മാത്രം ഒതുക്കി നിർത്തുകയാണ്. പുറത്തിറങ്ങി സമൂഹത്തോട് ചോദിച്ചാൽ മനസ്സിലാക്കിയാൽ ഈ രോഗം മാറുന്നതേ ഉള്ളൂ. ഇത് പല കോൺഗ്രസ് നേതാക്കൾക്കുമുള്ള സവിശേഷമായ ഒരു രോഗമാണ്. അതായത് താൻ മാത്രമേ ഉള്ളൂ ഏറ്റവും യോഗ്യനാണെന്നുള്ള ചിന്തയിൽ അവരവർ തന്നെ രാവിലെ കുളിപ്പിച്ച് എടുത്ത് കൊട്ടയ്ക്കകത്ത് വെച്ച് അവരവർ തന്നെ പൗഡർ വിട്ട് അവരവർ തന്നെ അവരവരെ എടുത്ത് തലയിലും വെച്ച് എന്നെ കണ്ടോ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നിലനിൽപ്പോ താല്പര്യമോ അതിൻ്റെ യോഗ്യതാ ഘടകങ്ങളോ അതിവിടെ ഉണ്ടാകണമെന്നും ഞങ്ങളൊക്കെ അറിയപ്പെട്ടത് അതുകൊണ്ടാണെന്നും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉടുപ്പ് വിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതെല്ലാം അതുള്ളതുകൊണ്ടാണെന്നും അത് നിലനിൽക്കണമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതിയല്ല. അവരോടൊപ്പമുള്ള ഒരുത്തനെ നിഗ്രഹിക്കാൻ ഏത് പാർട്ടിയുമായി കൂടാനോ ആരെയും എടുത്തുയർത്തി കാണിക്കാനോ അതിന് കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. റിപ്പർ ചന്ദ്രനെ പോലും അതിന് കൂട്ടുപിടിക്കാൻ അവിടെ ഉള്ളവർക്ക് യാതൊരു മടിയില്ല. അതിനെന്തും ചെയ്ത് കളയും, എന്തും ചെയ്യും, അതിലൊരു തർക്കമില്ല. പിന്നെ നാലാമത്തെ ഒരു പ്രധാന ഘടകം, 4ആണോ 3ആണോ എന്നറിഞ്ഞില്ല, 4, 3 ഒക്കെ ആയാലും കുഴപ്പമില്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജാതിമത പരിഗണനയൊന്നും ആലപ്പുഴയ്ക്കില്ല, ഒരു പരിഗണനയില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ഏറ്റവും കടുത്ത ഒരു മുസ്ലിം വിരോധിയെ ഉപയോഗിച്ച് സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരാളിനെ ഉന്മൂലനം ചെയ്യുന്നതിന് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്കോ ഒരു കടുത്ത ഈഴവ വിരോധിയെ ഉപയോഗിച്ച് സ്വന്തം ഗ്രൂപ്പിൽ നിൽക്കുന്ന ഈഴവരെ കൈകാര്യം ചെയ്യുന്നതിന് ഈഴവർക്കോ അതുപോലെ മറ്റ് ജാതികൾക്കോ, ഞാൻ ഓരോന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, അങ്ങനെ ഒരാൾക്കും യാതൊരു മടിയുമില്ല. പണിയുക, വീഴ്ത്തുക, തകർക്കുക എന്നത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. സത്യത്തിൽ അത്രയും നല്ല പശയോടെ നല്ല തിളങ്ങുന്ന നല്ല കതറിട്ട ആളുകളെ നിങ്ങൾക്ക് ഒരുപക്ഷെ പാർലമെൻറ്റിൽ പോലും കാണാൻ പറ്റില്ല. MP-മാരുടെ വസ്ത്രത്തിന് പോലും അത്രയും പശയുണ്ടാവില്ല. അതിനേക്കാൾ പശയിട്ടാണ് നടക്കുന്നത്, സംസാരിക്കുന്നത് അതിനേക്കാൾ വളരെ ഗംഭീരമായിട്ടാണ്. പക്ഷേ പിന്നാമ്പുറങ്ങളിലുള്ള കഥകളൊക്കെ ഒത്തിരി എല്ലാവർക്കും അറിയാവുന്നതാണ് പലരുടെയും. ഞാൻ ഓരോരുത്തരെയൊന്നും എടുത്തു പറയുന്നില്ല. കൂടാതെ ആ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരുമാതിരി ഉദ്യോഗസ്ഥർ വന്നിട്ട് പരിക്കേൽക്കാതെ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്വഭാവം സൂക്ഷിച്ച് അപകടം പറ്റാതെ ആത്മഹത്യ ചെയ്യാതെ കടന്നു പോകുന്നവർ വളരെ അപൂർവമാണ്. ഈ പല സ്ഥലത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ കായംകുളത്തെ പ്രശ്നം അതൊരു സവിശേഷമായ പ്രശ്നമാണ്. ചില സ്ഥലത്തൊക്കെ ഈ പാർട്ടി എന്തെങ്കിലുമൊക്കെ തരത്തിൽ
അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചങ്ങ് ഇല്ലാതായി പോകാറുണ്ട്. ഇതങ്ങനെ ഇല്ലാതായി പോവില്ല. ഇത് എല്ലാ കഷണങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ സാമ്പാറിനകത്ത് എല്ലാ കഷ്ണങ്ങളും വേവാതെ കിടക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. വളരെ പച്ചയ്ക്ക് ഇട്ടതുപോലെ തന്നെ കിടന്നാൽ ഉള്ള അവസ്ഥ എന്താ? അതിനകത്തെല്ലാം കൂടെ ചേർന്ന് രുചി ഉണ്ടാകേണ്ട ആ സാമ്പാർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്ന് പറയുമ്പോൾ അതിൻ്റെ വെള്ളം, അതാണല്ലോ ഈ പാർട്ടി എന്ന് പറയുന്ന ഓരോ പ്രദേശത്തും. അതിലെ നേതാക്കളാകുന്ന കഷണങ്ങൾ കിടന്ന് തിളച്ച് രൂപപ്പെട്ടു വരുന്നതാണല്ലോ അതിലുള്ള ആ ദ്രാവകാവസ്ഥയിലുള്ള സംഗതി എന്ന് പറയുന്നത്. അത് പലപ്പോഴും അവിടെ ഇല്ലാത്ത സ്ഥിതിയാണ്. അവിടെ ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ വ്യക്തതയുള്ളതും പാർട്ടി താല്പര്യമുള്ളതും ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും BJP മാത്രമാണ് എന്നതാണ് സ്ഥിതി. ഭരണം കിട്ടി എന്നൊരു സാങ്കേതികത്വം മാത്രം ഉണ്ടെങ്കിലും കോൺഗ്രസ് ഇപ്പോഴും അതിനകലെയാണ്. എന്നാൽ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ ആലപ്പുഴയിലുണ്ട്. സംസ്ഥാനത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ദീർഘനാളത്തെ കോൺഗ്രസ് ട്രാക്ക് റെക്കോർഡുമുള്ള രമേശ് ചെന്നിത്തല, പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെല്ലാവരും ആലപ്പുഴക്കാർ തന്നെയാണ്, ആ ജില്ലയിൽപ്പെടുന്നവരാണ്. പക്ഷേ കായംകുളത്തിനെന്തോ മോക്ഷമില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇപ്പോൾ സഞ്ചരിക്കുന്ന ദിശയിൽ ഈ നേതാക്കളാകുന്ന തുരുത്തുകൾ ഇതേ തരത്തിൽ പടവെട്ടിയാൽ അതിദയനീയമായിരിക്കുമെന്ന് മാത്രമല്ല, നല്ല ഭൂരിപക്ഷത്തോടെ കായംകുളത്ത് BJP ജയിക്കുക തന്നെ ചെയ്യും. ജയിക്കുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെല്ലാം RSSകാരായി, അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം മറ്റവരായി എന്നൊന്നും പറഞ്ഞു നടക്കാൻ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെ ഇറങ്ങരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം അവിടെ ഈ പാർട്ടി നശിപ്പിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി നിങ്ങൾ 7-8-10 പേരുകാരാണ്. തൽക്കാലം അത്രമാത്രം പറയട്ടെ.